വോട്ട് ചെയ്തു. ഇപ്പോൾ ഞാൻ ഉള്ളത് മാളിക എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ വോട്ട് കിടക്കുന്നത് പൂഞ്ഞാർ അസംബ്ലിയിലെ വേങ്ങത്താനം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാനിപ്പോൾ ചേനാട് മാളിക എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതാണ് മാളിക ജംഗ്ഷൻ. ഇവിടെ നിന്ന് ഇടത്തോട്ടുള്ള വഴിയാണ് വേങ്ങത്താനത്തേക്ക് പോകുന്നത്. ഒരു എസ്റ്റേറ്റിലാണ് ഈ വോട്ട്. ഏകദേശം മുണ്ടക്കയത്തിനടുത്താണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് മാളികയിലെ ചെറിയൊരു ഗ്രാമം. മാളിക എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമം. 3 കടകളൊക്കെ ഉണ്ട് ഇവിടെ. ഈ വഴി നേരെ പോവുകയാണെങ്കിൽ മുണ്ടക്കയം ചോറ്റിയൊക്കെ പോകാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഇവിടെ നിന്നൊരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു വേങ്ങത്താനം വാട്ടർഫോൾസ് ഉണ്ട്. അടിപൊളി വെള്ളച്ചാട്ടമാണ്. അടിപൊളി വെള്ളച്ചാട്ടം. അപ്പോൾ ഇവിടെ മത്സരിക്കുന്ന വെച്ചാൽ ഇതൊരു പൂഞ്ഞാർ നിയോജക മണ്ഡലമാണ്. ഇവിടെ മത്സരിക്കുന്നത് NDAയുടെ സ്ഥാനാർത്ഥിയായ PC ജോർജും LDFൻ്റെ സ്ഥാനാർത്ഥിയായ സെബാസ്റ്റ്യൻ കുളത്തിങ്കലും. സിറ്റിംഗ് MLA ആണ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ. പിന്നെ UDF കാൻഡിഡേറ്റായ സെബാസ്റ്റ്യൻ MJ, സജി ജോസഫ് എന്ന ആളുമാണ് മത്സരിക്കുന്നത്. ഈ 3 പേരാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ആ പട്ടികയിൽ കുറേ പേരുണ്ട്, അവരൊന്നും അറിയത്തു പോലില്ല. ഈ 3 പേരാണ് LDF, UDF, NDA. ഈ 3 സംഭവമാണ് മെയിനായിട്ടുള്ളത്. ടൈറ്റ് ത്രികോണ മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പാലച്ചോട് എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫുൾ എസ്റ്റേറ്റിലൂടെയുള്ള യാത്രയാണ്. ഒരു മനോഹരമായൊരു യാത്രയാണ്. ഞാൻ വോട്ട് ചെയ്യുന്നില്ലെന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോകാനുള്ളൊരു അവസരം കിട്ടിയത്. അല്ല, ഞാൻ വോട്ട് ചെയ്യാൻ വരത്തില്ല. എന്ന ഒരു ദുർഘടമായ സ്ഥലത്താണ് ഈ വോട്ട് പോളിംഗ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ മുതുകുളം എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. ചുറ്റിനും തിങ്ങി നിറഞ്ഞ റബ്ബർ തോട്ടങ്ങളാണ്. മലകളും കൊക്കയൊക്കെയാണ് സൈഡിൽ. മനോഹരം. അങ്ങനെ മുതുകുളം എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് വലതുവശത്തേക്ക് കിടക്കുന്ന വഴിയിലൂടെ കയറിപ്പോകണം. ഒരു എസ്റ്റേറ്റിലോട്ടാണ് കയറുന്നത്. കോളനിയാണ്. ഇവിടെ മുഴുവൻ ലയങ്ങളാണ്. ഈ റബ്ബർ തൊഴിലാളികളൊക്കെ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന ലയങ്ങളൊക്കെയാണ് ഇവിടെ മുഴുവൻ സ്ഥിതി ചെയ്യുന്നത്. അതൊരു മൂന്നാറൊക്കെ വന്നൊരു പ്രതീതിയാണ് നമുക്കിവിടെ വരുമ്പോൾ അനുഭവപ്പെടുന്നത്. ഇനി ഫുള്ള് ഓഫ് റോഡാണ്. വലിയ ഒന്നെങ്കിൽ SUV അല്ലെങ്കിൽ ജീപ്പ് പോലെയുള്ള വാഹനങ്ങൾ മാത്രമേ ഇതിലൂടെയുള്ള യാത്ര സാധ്യമുള്ളൂ. മറ്റ് ചെറിയ കാറുകൾക്കൊന്നും പോകാനുള്ള വഴിയല്ല. വളരെ മോശം വഴിയാണ്. ഇതൊരമ്പലമാണ്. ഇനി എല്ലാം ഇതുപോലെ ഉള്ള വഴിയിലൂടെയുള്ള യാത്രയാണ്. അടിപൊളി. ഇതൊരു പ്രൈവറ്റ് റോഡാണ്. അത് കാരണം നമുക്ക് വഴിയെ കുറ്റമൊന്നും പറയാൻ സാധിക്കുന്നതല്ല. ഈ പോളിംഗ് സ്റ്റേഷൻ ഇവിടെ കൊണ്ടുവച്ചതിൻ്റെ ഉദ്ദേശം എന്നാന്ന് മാത്രമാണ് മനസ്സിലാകാത്തത്. നല്ല അടിപൊളി വേറെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെയെല്ലാം പോളിംഗ് സ്റ്റേഷൻ വെക്കുവാണെങ്കിൽ വോട്ട് ചെയ്യാനൊക്കെ എളുപ്പമുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ തന്നെ വോട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു ഇങ്ങോട്ട് വരാൻ വേണ്ടി. ഇപ്പോൾ വണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വരാൻ പറ്റത്തുള്ളൂ, അല്ലെ വരാൻ ഒരിക്കലും പറ്റത്തില്ല. അത് കൂട്ട് ലൊക്കേഷനിലാണ് ഈ വോട്ടിംഗ് സെൻറ്റർ ഇരിക്കുന്നത്. രാത്രിയിലുള്ള യാത്രയൊക്കെ ആണെങ്കിൽ വന്യമൃഗങ്ങളൊക്കെ വരുന്നൊരു ഏരിയയാണിത്. കാട്ടുപന്നി അങ്ങനെയുള്ള മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്നതാണ് ലയങ്ങൾ. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു മൂന്നാറൊക്കെ എത്തിയൊരു പ്രതീതിയാണ് നമുക്ക് ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ അനുഭവപ്പെടുന്നത്. ഒരുപാട് ലയങ്ങൾ നമുക്ക് ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ പണ്ടൊക്കെ, ഇപ്പോൾ ആൾക്കാർ കുറവാണ്. പണ്ടൊക്കെ നിറച്ച ആൾക്കാർ, ഒരുപാട് തോട്ടം തൊഴിലാളികളുണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ആൾക്കാരൊക്കെ തീരെ കുറവാണ്. ഒരു മൂന്നാറൊക്കെ എത്തിയ അതേ പ്രതീതിയാണ് ഇപ്പോൾ പോകുന്നത്. ആ കണ്ടില്ല, അതേ ലൊക്കേഷൻ. നമ്മൾ മൂന്നാറൊക്കെ ചെല്ലുമ്പം കാണുന്ന കാഴ്ച.
പിന്നെ അങ്ങനെ ഫൈനലി നമ്മൾ ആ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ പോളിംഗ് സ്റ്റേഷൻ. ഒരു പക്ക ഒരു 3-6 ഏരിയ പോലത്തെ സ്ഥലം. നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത്. അങ്ങനെ ഞാൻ വോട്ട് ചെയ്തു. ഞാൻ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയാൻ വലിയൊരു ആകാംക്ഷയല്ലേ? ഞാൻ ഏറ്റവും ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള ആൾക്കാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അതാരായിരിക്കുമെന്ന് നിങ്ങൾ തന്നെ ഗസ് ചെയ്ത് കണ്ടുപിടിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നോടം വരെ ഗുഡ് ബൈ. ഓക്കെ, താങ്ക് യു.